മിശിഹായിലേറെ പ്രിയപ്പെട്ടവരെ, എട്ടുനോമ്പിൻ്റെ 6ാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥ വായനകളിലൂടെ തിരുസഭ നമ്മുടെ ധ്യാനത്തിനായി തരുന്നത് നമ്മുടെ സ്വന്തം സങ്കല്പങ്ങളെ മാറ്റി നിർത്തി ദൈവത്തിൻ്റെ അവിശ്വസനീയമായ പദ്ധതികളെ വിനീതമായി സ്വീകരിക്കാനുള്ള മനസ്സ് എന്ന മഹത്തായ ആശയമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാർ തങ്ങളുടെ പരമ്പരാഗത ധാരണകളിലാണ് ജീവിച്ചിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ തങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല നിറവേറുന്നത് എന്ന് ഈശോ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായം 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ മോശ തനിക്ക് ലഭിക്കുമായിരുന്ന രാജകീയ പ്രൗഢിയും സ്വന്തം ഭാവിയെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകളും ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്കായി സ്വയം വഴിമാറിക്കൊടുക്കുന്നു. ഇവിടെയാണ് പരിശുദ്ധ അമ്മയുടെ വിനീതമായ കീഴടങ്ങലിൻ്റെയും ദൈവിക വഴികളോടുള്ള പരിപൂർണ സഹകരണത്തിൻ്റെ മാതൃക നാം കാണുന്നത്. യഹൂദ പാരമ്പര്യത്തിൽ ഒരു മിശിഹ വരുന്നത് വലിയ രാജകീയ പ്രൗഢിയോടെ ആയിരിക്കും എന്നൊരു പൊതുധാരണ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പരിശുദ്ധ അമ്മയുടെ മനസ്സിലും ദൈവപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ച് അതിൻ്റേതായ സങ്കല്പങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവിക പദ്ധതികൾ അമ്മയുടെ മുൻപിൽ തെളിഞ്ഞപ്പോൾ തൻ്റെ എല്ലാ മുൻധാരണകളെയും മാറ്റി നിർത്താൻ അമ്മ തയ്യാറായി. അവതരിച്ച ദൈവപുത്രനെ ജനിക്കാൻ ഒരു നല്ല മുറി പോലും ലഭിക്കാതെ തണുത്തുറഞ്ഞ കാലിത്തൊഴുത്തിൽ അവനെ പ്രസവിക്കേണ്ടി വന്നപ്പോൾ അമ്മ പരാതിപ്പെട്ടില്ല. ലോകത്തിൻ്റെ രക്ഷകൻ ഒരു കാലിത്തൊഴുത്തിലോ എന്ന് ചോദിച്ച് തർക്കിച്ചില്ല. മറിച്ച് ഇതും ദൈവത്തിൻ്റെ തിരുഹിതമാണെന്ന് അമ്മ തിരിച്ചറിഞ്ഞു. ഹെറോദോസിൻ്റെ ഭീഷണിയെ തുടർന്ന് സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് അർദ്ധരാത്രിയിൽ അന്യദേശത്തേക്ക് പലായനം ചെയ്യേണ്ടി വന്നപ്പോഴും ആ അമ്മ ദൈവത്തെ സംശയിച്ചില്ല. ശിമയോൻ പ്രവാചകൻ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്ന് പ്രവചിച്ചപ്പോഴും തൻ്റെ സങ്കല്പങ്ങൾക്ക് നിരക്കാത്ത ആ വലിയ സഹനത്തെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി കണ്ട് അമ്മ ഹൃദയത്തിൽ പേറി. സ്വന്തം സുഖസൗകര്യങ്ങൾക്കോ ചിന്തകൾക്കോ അല്ല, മറിച്ച് അത്ഭുതകരമായ ദൈവിക പദ്ധതികൾക്കാണ് അമ്മ ജീവിതത്തിൽ 1-ാം സ്ഥാനം നൽകിയത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നാം ദൈവത്തെ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ചുരുക്കാൻ ശ്രമിക്കാറില്ലേ? എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ വിചാരിക്കുന്നത് പോലെ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നടക്കണം എന്ന് നാം വാശി പിടിക്കാറുണ്ട്. ജീവിതത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത തകർച്ചകളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ നാം എളുപ്പത്തിൽ ദൈവത്തോട് പിണങ്ങുന്നു. എന്നാൽ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാനല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് നമ്മെ തന്നെ മാറ്റാനാണ്. കാലിത്തൊഴുത്തിലും പാലായനത്തിലും ദൈവത്തിൻ്റെ കയ്യൊപ്പ് കണ്ട അമ്മയെപ്പോലെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി ജീവിതം മാറിയാലും അതിലൊക്കെ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി ഉണ്ടെന്ന തിരിച്ചറിവോടെ മുന്നേറാൻ അമ്മ നമ്മെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ ദൈവത്തിൻ്റെ തിരുഹിതത്തിന് ആദരവ് നൽകിയ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ സ്വന്തം കാഴ്ചപ്പാടുകളിലും മുൻധാരണകളിലും കുടുങ്ങിപ്പോകാതെ ദൈവത്തിൻ്റെ പദ്ധതികൾ തിരിച്ചറിയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കാലിത്തൊഴുത്തിലെ ജനനത്തിലും പാലായനത്തിലും ദൈവഹിതം ദർശിച്ച അമ്മയെപ്പോലെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോഴും ദൈവത്തിൽ വിശ്വസ്തത പുലർത്തുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് അവിടുത്തെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമീൻ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഇ ബുക്കുകളുടെ പുസ്തകശാല,
ഒരേ സമയം നൂറുകണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദ ബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.